ഇവിടെയാണ് ഞാൻ ആദ്യമായി ബീഡിപ്പണിക്ക് വന്നത്. അന്നിവിടെ നിറയെ തൊഴിലാളികളായിരുന്നു, സാധുബീഡി ബ്രാഞ്ചുകൾ. ഇവിടെ പൂച്ചാലി മാധവൻ എന്ന് പറയുന്ന ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജോലിക്ക് വന്നത്. ഇവിടുന്ന് ബീഡി തിരപ്പ് തുടങ്ങി ഈ മുറിയിൽ വെച്ച്. ഇത് 2 മുറി, അപ്പുറത്തെ 3 മുറി, 5 മുറിയിൽ അന്ന് ബീഡി ബ്രാഞ്ചുകളായിരുന്നു, സാധുബീഡി ബ്രാഞ്ചുകൾ. ഇപ്പോൾ കുറച്ച് തൊഴിലാളികളേ ഉള്ളൂ. ഇപ്പോൾ ഒരു 8-10 പേര് കാണും ഇപ്പോഴത്തെ തൊഴിലാളികൾ. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ പിരിഞ്ഞു പോയി, ഒരുപാട് സർവീസായി. പിന്നെ ബീഡിയുടെ സ്ഥിതിയും അങ്ങനെ ആയല്ലോ. അന്നിവിടെ ഒരു ക്ലബ്ബായിരുന്നു, ഇത് കൈരളി സ്പോർട്സ് ക്ലബ്ബ്. ഇത് കാരംസ് ഉണ്ടായിരുന്നു, ഫുട്ബോൾ ഉണ്ടായിരുന്നു, ആ ക്ലബ്ബുമായി ബന്ധപ്പെട്ട്. അപ്പം അങ്ങനെ ഇവിടുന്നാണ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗം. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കാൻ ഇവിടുന്ന് കഴിഞ്ഞു. കാരണം ഈ ബീഡി ബ്രാഞ്ചിൽ ഇവിടെ നിന്ന് പത്രം വായിക്കുമായിരുന്നു. പത്രം വായിക്കുന്നത് എല്ലാവരും കേൾക്കും. രാവിലെ വരുന്ന പത്രം ദേശാഭിമാനി, അതുപോലുള്ള പത്രങ്ങളൊക്കെ രാവിലെ വരും. ആ പത്രം ഒരാൾ വായിച്ച് കേൾപ്പിക്കും. അത് അവിടെ നിന്നിട്ടാണ് വായിക്കുക. വായിച്ചാൽ എല്ലാവരും രാവിലെ വാർത്തകൾ മുഴുവൻ കേൾക്കും. പിന്നെ റേഡിയോ ഉണ്ട്, റേഡിയോയിലുള്ള വാർത്തകൾ മുഴുവൻ അതിൻ്റെ അവശിഷ്ടമായിരുന്നു. റേഡിയോയിലുള്ള വാർത്തകൾ മുഴുവൻ റേഡിയോയിൽ കേൾക്കും. പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി മുതൽ പുസ്തക വായനയാണ്. ആ പുസ്തക വായന എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ ഇവിടുന്ന് വില കൊടുത്ത് വാങ്ങും. എല്ലാവരും കാശെടുത്തിട്ട് തുല്യമായി വീതിച്ചെടുത്ത് വാങ്ങുന്നതാണ്. ആ വാങ്ങിച്ച പുസ്തകം ഇവിടുന്ന് ലേലം ചെയ്ത് വെക്കും. പുസ്തകം ഇവിടുന്ന് വായിക്കും ഒരു വട്ടം. അന്നാണ് MTയുടെ 4 കെട്ട്, ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും, അതുപോലെ നോവലുകളൊക്കെ ഇവിടെ നിന്നാണ്. അപ്പം വളരെ ഹൃദയസ്പൃക്കായി വായിക്കുന്ന വായനക്കാർ ഇവിടെയുണ്ട്, ബീഡി വർക്കേഴ്സ് തന്നെ. അപ്പം അങ്ങനെ സാഹിത്യരംഗത്ത് ഒരുപാട് പുതിയ പുതിയ സൃഷ്ടികളുമായി ബന്ധപ്പെടാനും അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടുതൽ ഒരു അവബോധം ഉണ്ടാക്കാനും സഹായിച്ചത് ഇവിടെ വെച്ചാൽ ഈ ബീഡി കേന്ദ്രം. ഇതും മറ്റൊരു പരിശീലന കേന്ദ്രം ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു മൈക്കുണ്ടായിരുന്നു. AKG പഴയ കാലത്ത് കൊണ്ടുതന്നൊരു മൈക്കുണ്ടായിരുന്നു ഇവിടെ. ആ മൈക്കിൽ പല സമയത്തും ഈ മൈക്കെന്ന് പറഞ്ഞാൽ കോളാമ്പി പഴയ മൈക്ക്, അതിൽ പാട്ട് വെക്കും. അപ്പോൾ നമുക്ക് ആകെപ്പാടൊരു ആവേശമൊക്കെ ഇവിടുന്നാണ്. വൈകുന്നേരം ഇവിടുന്ന് നമ്മൾ പോയിട്ട് കളിക്കുന്നത് ഇവിടെയാണ്, ഈ ആ കാണുന്ന മൈതാനം. ഈ മൈതാനത്തിന് നമ്മൾ പറയാവുന്ന പേര് ലങ്കോട്ടി മൈതാനം എന്ന് പറയുക മൈതാനം. അപ്പോൾ ഇവിടെ ബീഡി തിരപ്പ്, അവിടെ കളി. പിന്നെ കണ്ണൂർ ടൗണിലെത്തിയാൽ അവിടെ ലക്കിഷാർ ക്ലബ്ബ്, കണ്ണൂർ പോലീസ് മൈതാനം, പിന്നെ അവിടുത്തെ പ്രവർത്തനം, ലക്കിഷാർ ക്ലബ്ബിലെ പ്രവർത്തനത്തിന് ശേഷം പിന്നെ മറ്റ് സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, അങ്ങനെയാണ് പിന്നെ പടിപടിയായിട്ട്. ആയിരത്തി 1975 ഒടുവിലാകുമ്പോഴാണ് ഇന്നത്തെ ജീവിതത്തിലൊരു വലിയ മാറ്റത്തിൻ്റെ ഒരു തുടക്കമുണ്ടാകുന്നത്. അതാണ് എൻ്റെ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ. ഇപ്പം എന്നെ ഇപ്പോൾ അറിയപ്പെടുന്ന അങ്ങനെയാണല്ലോ, മുടിയാണല്ലോ ഒരു മുഖ്യ വിഷയം. ആദ്യം 75-ലാണ് ഇവിടെ ഒരു വലിയ SI വന്ന്, പുലിക്കോട് എന്ന് പറയുന്നൊരു SI. അദ്ദേഹം പുലിയെപ്പോലുള്ള ആളാണ്. ഇവിടെ എല്ലാ ആളുകൾക്കും ഭയമായിരുന്നു SI വന്ന്. നമ്മുടെ കണ്ണൂർ ടൗണിൽ വന്ന SI. അപ്പോൾ ആ SI വന്നപ്പോൾ ഇവിടെ SM കോളേജിലൊക്കെ ചെറുപ്പക്കാർ മുഴുവൻ അന്ന് ഹിപ്പി, മുടി നീട്ടി വളർന്നൊരു ഇതായിരുന്നു. വിശ്വസാഹിത്യത്തിൽ കാമു, കാഫ്ക, സാർത്ര അസ്തിത്വവാദികൾ, നമ്മുടെ OV വിജയൻ മുതലുള്ള ആളുകൾ ഈ ഭാഗത്ത് മലയാള സാഹിത്യത്തിൽ. ആ ഘട്ടത്തിൽ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിഷേധത്തിൻ്റെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതാണ് ഹിപ്പിസം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഹിപ്പി എന്ന് പറയുന്നത് ആ ഹിപ്പിയുമായി ബന്ധപ്പെട്ടതല്ല, ഇവിടെ ഒരു ഫാഷനായിരുന്നു. അപ്പോൾ ചെറുപ്പക്കാർ, മുടി നീട്ടി വളർത്തി നിൽക്കുന്ന ചെറുപ്പക്കാർ, അവർ ടൗണിലൂടെ നടന്നു പോകുന്നുണ്ടാൽ SI അവരെ പിടിച്ചുകൊണ്ട് പോകും, പോലീസ്. എന്നിട്ട് ഇവിടുന്ന് ഒരു വെട്ട സെൻറ്റർ. അതിനർത്ഥം അവന് മുടി മുഴുവൻ മൊട്ടയടിക്ക് ശരണമുള്ളൂ. ആ ഘട്ടത്തിലാണ് ഞാൻ മുടി നീട്ടി വളർത്താൻ. ആ മുടി നീട്ടി വളർത്തിയതിന് ശേഷം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ SI എന്നെ കണ്ടു. കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മുടി ഞാൻ കാണാത്തതുകൊണ്ടല്ലേ ഒഴിവാക്കിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ഇനി എൻ്റെ മുടി മുറിക്കുന്ന ഒരു പോലീസ് ഓഫീസറായിരിക്കണം. അദ്ദേഹം ഒന്നും പറയാതെ അങ്ങ് പോയി. അതിനകത്തൊരു കാലം മുതലേ നമ്മളിവിടെ ചെറുപ്പം, അടിയെങ്കിലടി ഇടിയെങ്കിലടി എന്ന് പറഞ്ഞ് നടക്കുന്ന കാലമല്ലേ. അങ്ങനെ ആ ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടം വരുന്നത് ഈ മുടി നീട്ടി വളർത്തിയതിന് ശേഷം നിഷേധത്തിൻ്റെ പ്രസ്ഥാനം. മനസ്സിനകത്ത് വളർന്നു വന്ന ഒരു പ്രതിഷേധം, ആ പ്രതിഷേധം പുറത്ത് പ്രകടിപ്പിക്കാൻ മറ്റു വഴികളില്ലെന്ന്. എമർജൻസി, പുറത്ത് പ്രചരിപ്പിക്കാൻ അവകാശമില്ല. മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനമാണല്ലോ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം.
ആ ജനാധിപത്യപരമായ അവകാശങ്ങൾ പോലും വിലങ്ങ് വെച്ചൊരു കാലത്ത് മനസ്സിൽ വളർന്നു വന്ന നിഷേധം, ആ നിഷേധം പ്രകടിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അന്ന് ഈ മുടി വെച്ചത്. എൻ്റെ ജീവിതത്തിൽ ഓർമ്മിക്കാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ വസൂരി പിടിപെട്ടരങ്ങ്. മരണത്തെ മുന്നിൽ കാണുക എന്ന് നമ്മൾ പറയാറില്ല അലങ്കാരികമായി. യഥാർത്ഥത്തിൽ മരണത്തെ മുന്നിൽ കണ്ട അപ്പടാം. അന്ന് വസൂരി പിടിപെട്ടാൽ മിക്കവർ മരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു പായ വിരിച്ച ആ പായയിൽ വേപ്പില ഇട്ടിട്ടാണ് കിടക്കുക. കൂടുതലും ശരീരം നിറയെ എൻ്റെ പരുക്കൾ വന്ന് കണ്ണ് തുറക്കാൻ വയ്യ. അപ്പോൾ രാവിലെ ഒരു 10 മണിയാകുമ്പം നമ്മുടെ 2 സഖാക്കൾ വരും. ഇവിടെയുള്ള 2 സഖാക്കൾ, ഇവിടെ വീട് തിരച്ചുകൊണ്ടിരിക്കുന്ന സഖാക്കൾ. അവരൊന്ന് എൻ്റെ കണ്ണിൻ്റെ ഈ ഇതിങ്ങനെ പിടിച്ച് വലിച്ച് എന്നിട്ട് അതിൽ മല്ലി നീരൊഴിക്കും. നീരൊഴിച്ചാൽ തെളിച്ച് വരും. വൈകുന്നേരം 4 മണി വരെ അത് നീണ്ടു നിൽക്കും. അങ്ങനെയായിരുന്നു സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വസൂരി പിടിപെട്ട് മരിച്ച ആളുകൾ അടക്കം ചെയ്യുന്ന സാധാരണ പോലുള്ള രൂപമല്ല. രാത്രി 12 മണിക്ക് ശേഷം ശവം കൊണ്ടുപോകും. ഒരു പായയിൽ ചുരുട്ടി ചുവന്ന തൂടി കൊണ്ട് മൂടി, എന്നിട്ട് ഒരു ഈറ്റയുടെ വലിയ ഇതിലെടുത്ത് 2 പേര് തോളിൽ വെച്ച് കെട്ടി 2 പേര് തോളിൽ വെച്ച് എന്നിട്ട് ബോഡി കൊണ്ടുപോകാം. മുന്നിൽ ഒരു പന്തം കൊളുത്തിയ ഒരാളുണ്ടാവും, കൂടെ ഒരാൾ മണിമുട്ടിക്കൊണ്ടൊരാളും. കാരണം മണിയുടെ ശബ്ദം നാട്ടിൽ മുഴുവൻ മുടങ്ങും, മണി മുടങ്ങും. അപ്പോൾ എൻ്റെ ചെവിയിലാണെങ്കിൽ ഒരു മരണമണി മുടങ്ങുന്ന മാതിരി ആ വരവ്. അപ്പോൾ ഈ മരണമണി എന്നെ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. നേരം വിളിക്കുള്ള ഉറങ്ങിയില്ല. രാവിലെ വന്നപ്പോൾ എൻ്റെ ഒരു ബന്ധു അവിചാരിതമായി വീട്ടിൽ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് ചെക്കൻ ചത്തു. അപ്പോൾ ആ പുറത്ത് മുഴുവൻ ഞാൻ ചത്തു എന്ന് വിവരം വന്നു. അമ്മയും വീട്ടിലുള്ളവരും ഒരുപാട് കരഞ്ഞ് നിലവിളിച്ച്. അപ്പോഴാണ് നമ്മൾ 2 സഖാക്കൾ ഈ കണ്ണിൽ ഇരിക്കുന്ന അവരാ സ്ഥിരമായി വരുന്നവരെ വന്ന് അവർ നോക്കി പറഞ്ഞ് ചത്തില്ല. അതുവരെ എൻ്റെ മനസ്സിലുള്ള സ്ഥിതി എന്താ? ചത്തു എന്ന് പറഞ്ഞാൽ നോക്കാൻ ആളില്ല, ആരും വന്ന് നോക്കില്ല. ഞാൻ ചത്തിട്ടില്ല എന്ന് പറയാൻ എൻ്റെ നാവനങ്ങുന്നില്ല, എനിക്കാരെയും കാണാൻ കഴിയുന്നില്ല, ശരീരം നിശ്ചലമാണ്. ആ അവസ്ഥയിൽ ഞാൻ ആലോചിക്കുക, ഞാൻ ചാവാതെ എന്നെ കൊണ്ടുപോയി പായൽ ചുരുട്ടി കൊണ്ടുപോയി കുഴിച്ചിടുമോ? അങ്ങനെ ഒരു ആശങ്കയിൽ ഞാൻ നിൽക്കുന്ന അവസരത്തിലാണ് ഇവർ 2 പേരും വന്ന്, ദൈവദൂതന്മാരെ പോലെ ഈ 2 പേര്, സുധാകരനും കുമാരനും. അവർ 2 പേരും നോക്കിയിട്ട് പറഞ്ഞു ചത്തിട്ടില്ല. അപ്പോൾ വീട്ടിൽ ഒരു ആശ്വാസത്തിന് ദീർഘനിശ്വാസം. എല്ലാവരും കൂടി അപ്പോൾ തന്നെ പോയി ഒരു വൈദ്യരെയും ഒരു ഹോമിയോ ഡോക്ടറെയും കൊണ്ടുവന്നു. അവർ തമ്മിൽ ആലോചിച്ച് പിന്നെ ചികിത്സിച്ചു. ഏതാണ്ട് ഒരു 3 മാസത്തിലധികം കാലം ഞാൻ കിടപ്പിലായിരുന്നു. അപ്പോൾ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ആ സംഭവം എനിക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ എല്ലാം എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ അമ്മ മരിച്ചത് 86-ലാണ്. അച്ഛൻ 12 വയസ്സിൽ മരിച്ചു. അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പലപ്പോഴും പറയായിരുന്നു, എടാ ഞാൻ ചാവുമ്പോൾ നിന്നെ കാണില്ല. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളുടെയും പ്രധാനപ്പെട്ട ശക്തി അമ്മയിലാണ്. അമ്മയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പല നല്ല ഗുണങ്ങൾക്കും പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഞങ്ങൾ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നാട്ടിലെ കളി, സെവൻസ് ഏർപ്പാടുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ഇവിടെയാണ്, ലക്കസാ ക്ലബ്ബിലാണ്. ലക്കസാ ക്ലബ്ബ് ചെറുപ്പത്തിൽ നമ്മളെ മനസ്സിലൊരു വലിയ ആവേശമായിരുന്നു. മോഹൻ ബാഗനെ തോൽപ്പിച്ച ക്ലബ്ബ്, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ക്ലബ്ബായിരുന്നു മോഹൻ ബാഗൻ. മോഹൻ ബാഗൻ്റെ അന്ന് ഒളിമ്പ്യൻ കളിക്കാരൊക്കെ കളിച്ചിരുന്ന ടീമാണ്. അവരെ തോൽപ്പിക്കാൻ കണ്ണൂരിലെ ചെറുപ്പക്കാരൊരു ക്ലബ്ബ്. ഇവിടെ ലീഗ് ടൂർണമെൻറ്റ് ലക്കസ്റ്റാർ, സ്പിറ്റഡ്യൂസ് ഒക്കെ മത്സരിക്കുമ്പോൾ എന്തൊരാവേശമായിരുന്നു. അങ്ങനെയാണ് ഈ ലക്കസാ ക്ലബിൻ്റെ കൂടെ ഉള്ള കളിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടത്. അങ്ങനെ ലക്കസാ ക്ലബ്ബിൻ്റെ ആവേശം, മനസ്സിലുള്ള ആവേശം, ആവേശത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരമായി ക്ലബ്ബുമായിട്ട് ബന്ധപ്പെടാറുള്ളത്. ഞാൻ ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു, ജൂനിയർ ലക്കസ്റ്റാറിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ പല നിലയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ലക്കസ്റ്റാറുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം, ഫുട്ബോളുമായിട്ടുള്ള ബന്ധം, അതാണ് പിന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെൻറ്റ് മത്സരങ്ങളെക്കുറിച്ച് അവലോകനം നടത്താനും സ്പോർട്സ് ലേഖനങ്ങൾ എഴുതാനും സ്പോർട്സുമായി അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള കാരണം അതായിരുന്നു. ഈ ലക്കസാ ക്ലബ്ബ് എൻ്റെ ജീവിതത്തിൽ സ്പോർട്സുമായുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ രത്നവല്ലി, മൂത്ത മകൻ രാകേഷ്, രണ്ടാമത്തെ മകൻ രൂപേഷ്, മൂന്നാമത്തെ മകൻ രതീഷ്. 20 വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്.
3 പേരിപ്പോൾ ജോലിയിലായി. ഒരു അഡ്വക്കറ്റാണ്, ഇദ്ദേഹം ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. 3ാമത്തെ ആളിപ്പം അടുത്ത കാലത്തായി ഗൾഫിൽ പോയി. വിവാഹത്തിന് ശേഷം ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ചായി ഇവിടെ. അന്ന് വീട്ടിൽ ആളില്ലായിരുന്നു. എൻ്റെ മൂത്ത സഹോദരിയുടെ കല്യാണം കഴിഞ്ഞ് പോയി. വീട്ടിൽ ആളില്ലാതെ വന്നപ്പോൾ അമ്മയുടെ നിർബന്ധമാണ് കല്യാണത്തിന് കാരണം. പിന്നെ അവൾക്കൊരു കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ട് അവൾക്കതൊക്കെ നേരിടാനും പറ്റി, പ്രയാസമില്ലാതെ പോകാൻ പറ്റി. ഇതുവരെ ജീവിതയാത്രയിലുള്ള സംഭവങ്ങൾ ചിലതൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. ഇനി എൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയ രംഗത്തെ ഉയർച്ചയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാലത്തെ ദീർഘമായ പ്രവർത്തനങ്ങൾക്ക് പ്രധാനപ്പെട്ട കരുത്ത് എന്ന് പറയുന്നത് പാർട്ടിയുടെ, കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനവും സംസ്ഥാന കേന്ദ്രവുമായുള്ള ബന്ധവുമാണ്. എം പി ആയി വന്നതിന് ശേഷം പലരും ധാരണ എം പി എന്ന് പറഞ്ഞാൽ പഴയതുപോലല്ല, ഒരുപാട് സൗകര്യമുള്ളതാണ്, സ്വാഭാവികമായും എന്തെങ്കിലും മാറ്റം വരാം. എം പി ആയിട്ട് ഞാൻ ഡൽഹിയിലെത്തിയതിന് ശേഷം ഒരു ദിവസം അവിടുന്ന് പത്രങ്ങളിലൊക്കെ പടം വന്നു. ഞാനൊരു പാൻസും കോട്ടും ഒക്കെ ഇട്ട് പോകുന്നൊരു പടം. അത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും എന്നോട് ചോദിച്ചു, ആൾ മാറിയോന്ന്. ഞാൻ പറഞ്ഞ ആൾ മാറിയതല്ല, കാലാവസ്ഥ എന്നെ മാറ്റിയതാണ്. ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് പോയ ആളുകൾക്കറിയാം, കൊടും തണുപ്പാണ്. ആ തണുപ്പിൽ നമുക്ക് പുറത്തിറങ്ങണമെങ്കിലും അകത്ത് കിടക്കണമെങ്കിലും നല്ല ചൂടുള്ള വസ്ത്രങ്ങൾ വേണം. ആ വസ്ത്രവും കോട്ടും ഇട്ടതാണ് എൻ്റെ ആ വേഷം. ആ വേഷം തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വേഷം മാത്രമാണ്, അല്ലാതെ ആൾ മാറിയതല്ല. എന്നെപ്പോലുള്ള ഒരാൾ, ഒരു പൊതുപ്രവർത്തകൻ സ്വയം നിയന്ത്രിക്കാൻ സന്നദ്ധനാവേണ്ടി വരുമെന്ന കാര്യം തർക്കമൊന്നുമില്ല. ആ സ്വയം നിയന്ത്രിക്കാനുള്ള സന്നദ്ധത, ഇതുവരെ വന്ന വഴിയിൽ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ്, രാഷ്ട്രീയ രംഗത്ത് ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട കടമയാണ്. ആ കടമ പൊതുപ്രവർത്തകൻ ഒരിക്കലും ജനങ്ങളുടെ അധികാരിയല്ല. അതുകൊണ്ട് ജനങ്ങളെ കൂടെ അവരൊരാളായി അവർ നൽകിയ പദവി, ആ പദവി അവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിപ്പോഴും ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രസ്ഥാനം അതാണ് എന്നെ പഠിപ്പിച്ചത്. എൻ്റെ നേതാക്കന്മാർ ആ വഴിയാണ് കാണിച്ചത്. ആ വഴിയിൽ കൂടി മുന്നോട്ട് പോകാൻ എനിക്ക് വളരെ പ്രധാനപ്പെട്ട പ്രേരണ ഇതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.